ഇല്ലാത്ത ചെലവുകളുടെ പേരിൽ CMRL 103 കോടി കണക്കിൽ കാണിച്ചെന്ന ഡൽഹി ആദായനികുതി വകുപ്പ്. ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ. മാസപ്പടി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് റിപ്പോർട്ട് നൽകിയത്. പ്രോസിക്യൂഷൻ നടപടി പ്രാഥമിക അന്വേഷണത്തിന് ശേഷമെന്നും തൽസ്ഥിതി റിപ്പോർട്ട്. 2012 മുതൽ 2019 വരെയാണ് വ്യാജ ചെലവുകളുടെ കണക്കുകൾ കാണിച്ചിരിക്കുന്നത്. തൽസ്ഥിതി റിപ്പോർട്ടിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയുടെ ഒരറ്റം മാത്രമാണിതെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും CMRL മൈനോറിറ്റി ഷെയർ ഹോൾഡറുമായ ഷോൺ ജോർജും വ്യക്തമാക്കി. പുറത്തുവന്നത് തന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന വിവരങ്ങളെന്ന് മാത്യു കുഴൽനാടനും പ്രതികരിച്ചു. അതേസമയം CMRL എക്സാലോജിക് ഇടപാട് സംബന്ധിച്ച് അന്വേഷണാവശ്യം വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പീൽ തിങ്കളാഴ്ച പരിഗണിക്കും. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതി നേരിട്ട് അന്വേഷണം നടത്തണം എന്നായിരുന്നു ആവശ്യം. CMRL വ്യാജ പണമിടപാട് നടത്തിയിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ഹൈക്കോടതി അറിയിച്ചിരുന്നു. കഴിഞ്ഞ മാർച്ച് 27-നാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ആദ്യം കത്ത് നൽകിയത്. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് കണ്ടെത്തിയത്. ഏപ്രിൽ 10-ന് വീണ്ടും കത്ത് നൽകിയെങ്കിലും നടപടിയായില്ല. എക്സാലോജിക് CMRL അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ EDയുടെ അന്വേഷണവും നടപടികളും സമൻസും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയിൽ ED കൊച്ചി സോണൽ അസിസ്റ്റന്റ് ഡയറക്ടർ സത്യവീർ സിംഗ് അഡ്വക്കേറ്റ് ജയശങ്കർ V. നായർ മുഖേന നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചിൽ ഹർജി പരിഗണനയ്ക്കെത്തിയെങ്കിലും ജൂൺ 7-ന് പരിഗണിക്കാൻ മാറ്റി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420, 411, 421, 424 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. 2019 ജനുവരിയിൽ ആദായനികുതി വകുപ്പ് CMRLൽ റെയ്ഡ് നടത്തി ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തി. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് 1.25 കോടിയോളം നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്.